പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അഫ്ലിക്ഷൻ്റെ വേറൊരു കാരണം, അല്ലെങ്കിൽ നാം പരീക്ഷ അനുഭവിക്കുന്നതിൻ്റെ വേറൊരു കാരണം, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹാൻഡ് ഓഫ് ദ മാസ്റ്റർ ഹിംസെൽഫ്, ജീസസ്. മലാഖി 1-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവൻ്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. എന്തൊരു പ്രയാസമെന്ന് പറഞ്ഞ് നിങ്ങളതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഹൃദയത്തിൽ നീറുക, തൻ്റെ ജനം എത്ര കെയർലെസ്സായിട്ട് തീർന്നല്ലോ എന്നോർത്ത്. ഒരു ശുദ്ധമുള്ള, ഊനമില്ലാത്ത, ബ്ലെമിഷ് ഫ്രീ ഓഫറിങ് അവർ ദൈവത്തിനിപ്പോൾ കാഴ്ചവെക്കുന്നില്ല. വിശുദ്ധനായ രാജാവിനെ, അവർ സേവിക്കുന്ന വിശുദ്ധനായ രാജാവിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് നഷ്ടപ്പെട്ടു പോവുക. ദൈവത്തിന് കൊടുക്കുന്ന ആ സർവീസ്, രാജാവിന് കൊടുക്കുന്ന ആ സർവീസ്, അത് എക്സലൻ്റായിട്ട് ചെയ്യണമെന്നുള്ളൊരു വിചാരം ഇല്ലാതായി പോവുക. അതുകൊണ്ട് മലാഖി 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എൻ്റെ മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരൂശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളൊക്കെ അവരെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുക. അവരുടെ ഫോക്കസിനെ ഒന്ന് റിഫൈൻ ചെയ്ത് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ പ്രിപ്പയർ ചെയ്യുക. ഈ പാസേജ് തുടങ്ങുമ്പോൾ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നോക്കിക്കേ, റിഫൈനർ ആരാ? ജീസസ് ഹിംസെൽഫ്. എപ്പോഴെങ്കിലും ദൈവവുമായിട്ടുള്ള ഒരുമിച്ചുള്ള നടപ്പിൽ, അവിശുദ്ധ ജീവിതത്തിൽ കുഞ്ഞെ നീ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടോ? നിൻ്റെ ചില പ്രവൃത്തികളോ നിൻ്റെ ചില ഹാബിറ്റ്സോ നിൻ്റെ ബിഹേവിയറോ ഒക്കെ ഈ ലോകത്തോട് രൂപപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ പതിക്കുവാൻ തക്കവണ്ണം നീ വിസമ്മതിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ റിഫൈനേഴ്സ് ഫയർ, ഊതിക്കഴിക്കുന്നവൻ്റെ തീ, അത് വരും. അതായത് അപ്പോൾ ചില ട്രയൽസും അഫ്ലിക്ഷൻസും എല്ലാം ദൈവം അനുവദിക്കും. എന്തിനാണെന്നറിയാവോ? നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് റിഫൈൻ ചെയ്യാൻ, നമ്മുടെ നോട്ടത്തെ ഒന്ന് റിഫൈൻ ചെയ്യാൻ. എന്നിട്ട് ദൈവത്തെ കൂടാതെ വേറെ എന്തിനെയെങ്കിലും നാം ആരാധിപ്പാൻ നമ്മുടെ മുമ്പിൽ ഒരു സമർപ്പിത വസ്തുവായി കണ്ടിട്ടുണ്ടോ? ആ അവസ്ഥയ്ക്കൊക്കെ ഒരു റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് കൊണ്ടുവരാൻ, അതിന് തന്നെ ചില അഫ്ലിക്ഷൻസിൽ കൂടി കടന്നു പോകേണ്ടി വരും.
ആ ഫയർ ഓഫ് അഫ്ലിക്ഷൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും കത്തിച്ച് കളയും. നമ്മുടെ ചിന്തയിൽ വഴിമാറിപ്പോകുന്ന സകലത്തെയും കത്തിച്ച് കളയും. എല്ലാ ചീത്ത ഹാബിറ്റ്സും മാറ്റിക്കളയും. അങ്ങനെയൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഓർക്കുകയാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. Revelation chapter 3 verses 15 and 16. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് റിഫൈനർ. നമ്മുടെ ശീതോഷ്ണാവസ്ഥ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ആ ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ള ക്രിസ്ത്യൻ ലൈഫ് ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ തൻ്റെ വായിൽ നിന്ന് നമ്മളെ ഉമിണ്ണ് കളയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു റെഡ് ഹോട്ട് രീതിയിലുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഫയർ ഓഫ് അഫ്ലിക്ഷനിൽ കൂടെ ദൈവം നമ്മെ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് ശുദ്ധിയുള്ള സ്വർണ്ണമായി പുറത്തു വരും. നമ്മുടെ മോട്ടീവ്സ്, സ്നേഹിക്കുവാനും ദൈവത്തെ ശുശ്രൂഷിപ്പാനും എല്ലാം ഉള്ള എബിലിറ്റി അവൻ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അപ്പോൾ അവൻ്റെ പ്രോപ്പർ ഗ്ലോറി യഥാസ്ഥാനത്താകും. അപ്പോൾ മനസ്സിലായല്ലോ അഫ്ലിക്ഷൻ വന്നതിൻ്റെ വേറൊരു റീസൺ. ഫോർ ഹിസ് ഗ്ലോറി ആൻഡ് ടു റീസ്റ്റോർ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പീപ്പിൾ. ഞാൻ പറയും ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ നിൻ്റെ ട്രയൽ റിഫൈനേഴ്സ് ഫയറിൽ കൂടെയുള്ളൊരു വാക്കായിട്ട്, ഒരു നടത്തമായിട്ടൊന്ന് കണ്ടേ. നിൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യത്തക്കവണ്ണമായി തീരത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയായി മാറട്ടെ. അപ്പോൾ ഈ റിഫൈനേഴ്സ് ഫയറിൽ കൂടെയുള്ള പെയിൻഫുൾ വാക്ക് ദൈവം അനുവദിക്കും, യേശു കർത്താവ് അനുവദിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫെലോഷിപ്പ് ഒന്നുകൂടെ റീസ്റ്റോർഡ് ആവുകയും ഡീപ്പൻഡ് ആവുകയും ചെയ്യത്തുള്ളൂ. നമ്മുടെ ഫോക്കസ് മുഴുവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയിലായിരിക്കും. എന്നിട്ട് നാം തന്നെ ഒരു എക്സലൻറ്റ് സർവീസിന് വേണ്ടി അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്നവരായിത്തീരും. ഹീ ഈസ് വേർതി ഓഫ് അവർ ബെസ്റ്റ്. വിശ്വസിക്കുന്നോ? ഹീ ഈസ് വേർതി ഓഫ് അവർ ബെസ്റ്റ്. അതുകൊണ്ട് ഏത് ട്രയൽസ് വന്നാലും നീ അന്താളിച്ചു പോകരുത്. നീ നിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസം കുലുങ്ങിപ്പോകാൻ അനുവദിക്കരുത്. ഒരു കോംപ്രമൈസും ജീവിതത്തിൽ ചെയ്യാൻ പോകരുത്. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, നീ പ്രത്യാശിക്കുന്ന ആ നല്ല ശുഭഭാവി തരുവാൻ തക്കവണ്ണമുള്ള ആ ദൈവീയ പ്രമാണങ്ങളുണ്ടല്ലോ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിൽക്കുക. പ്രൈസ് ഗോഡ്. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡായി പോകരുത്. ടെസ്റ്റുകൾ വന്നോട്ടെ, ട്രയൽസ് വന്നോട്ടെ, സംശയിക്കാനും പോകരുത്. നമ്മൾ ഒരു യുദ്ധവീരനായ ദൈവത്തെയാണ് സേവിക്കുന്നത്. നാമും ഒരു ക്രിസ്ത്യൻ സോൾജിയറാണ്. പത്രോസ് പോലും ഒരിക്കലും യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയത്തില്ല, ഒരിക്കലും തള്ളിപ്പറയത്തില്ല, നാണയിട്ട് സത്യം ചെയ്ത. പക്ഷേ താൻ അതിൻ്റെ നേരെ വിപരീതമായി ചെയ്ത് തള്ളിക്കളഞ്ഞു, അല്ലേ? അപ്പം ഓർക്കണമേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ട്രയൽസും അഫ്ലിക്ഷൻസും എല്ലാം ഇറ്റ് ഈസ് ടു ടെസ്റ്റ് അവർ റിസോൾവ് ടു ഫോളോ ഹിം ആൻഡ് ഹിസ് ട്രൂത്ത്. ദൈവത്തിനറിയാം നമ്മളവനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മെ അവനറിയാത്ത കാര്യങ്ങൾ ഗ്രഹിപ്പിക്കും, അറിയാത്ത വഴിയിൽ കൂടി നടത്തും. അത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയായിത്തീരും. പ്രൈസ് ഗോഡ്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യും കുഞ്ഞെ. അവൻ നിനക്ക് എത്ര ഹൊറിബിളായിട്ടുള്ള സർക്കംസ്റ്റൻസ് ആണെങ്കിലും നിനക്കൊരു പെർഫെക്റ്റ് പീസ് തരും. ഹല്ലേലൂയ. ദൈവവുമായി നമ്മുടെ പ്രൈവറ്റ് ടൈം ചെലവഴിക്കുക. നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ കാൽക്കലിട്, അവനിൽ ആശ്രയിക്കുക.
പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ സകലത്തിനും അവനൊരു ഹാപ്പി എൻഡിങ് തരട്ടെ. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ കൺഫേം ചെയ്തെടുപ്പാൻ തക്കവണ്ണം ട്രയൽസ് ഉതകട്ടെ. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് തെളിയിക്കുവാൻ ട്രയൽസ് ഉതകട്ടെ. കർത്താവിന് നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, കടന്നു പോകുന്ന ട്രയൽസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം തരുവാനും അനേകരെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരേണ്ടതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിനും ലാക്കും കാരണഭൂതനുമായ ആ യേശുവിൻ്റെ പാത പിൻപറ്റി നിത്യത അവകാശമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.